Assalamualaikum, welcome back to Rabi Stop. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഇന്ന് ഞങ്ങളുടെ കസിൻ്റെ കല്യാണം ഉണ്ട് ജൂലൈയിൽ, നെക്സ്റ്റ് മന്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിംഗ്, അതായത് നമ്മൾ ഡ്രസ് കോഡ് ആക്കാനാണ് പ്ലാൻ ഇട്ടത്. അപ്പോൾ എത്രത്തോളം വർക്കാവുന്നൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഷോപ്പിംഗ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പോവാം അല്ലേ. ഒരു 10-11 മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ക്ലൈമറ്റൊക്കെ ശരിയായി, മഴയൊക്കെ നിന്നു. പക്ഷെ ഒരു ക്ലൗഡി ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഫ്രോക്കും, വലിയവർക്ക് പിന്നെ സാരി, അങ്ങനെ ഒരു തീരുമാനമാണ് കേട്ടോ എല്ലാവരും കൂടി തീരുമാനിച്ചെത്തിയിട്ടുള്ളത്. വലിയവർക്ക് സിമ്പിൾ സാരിയാണ്, നമ്മൾ കട്ട് പീസാക്കിയിട്ട് എടുക്കൂലേ, വലിയ സിമ്പിൾ സാരി, അങ്ങനെ ഒരു തീരുമാനമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ വലിയ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട, മഴയല്ലേ, പിന്നെ പാർട്ടി വെയറൊക്കെ ഇട്ടാൻ അങ്ങനെ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റില്ലല്ലോ, മഴ പെയ്യോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ ഇപ്പം മഴ കുറവുള്ള സമയമാണ്. ഇപ്പോൾ ജൂൺ ലാസ്റ്റായിട്ടും നമുക്ക് മഴയൊന്നും അങ്ങനെ നല്ല മഴയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് പറയാൻ പറ്റൂല എങ്ങനെയാ അവസ്ഥ ഉണ്ടാവുമെന്ന്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എല്ലാവർക്കും. അപ്പോൾ കുട്ടികളെ ഫ്രോക്ക് ഇപ്പോൾ നോക്കുന്നില്ല നമ്മൾ മെറ്റീരിയൽ. ഇപ്പോൾ വലിയവരുടെ സാരിയും ബ്ലൗസിൻ്റെയും മെറ്റീരിയൽ മാത്രമേ ഇപ്പം നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ബ്രിഡ്ജ് എന്ന് പറയുന്നത് 1933 ഏർണസ്റ്റ് ജെയിംസ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് കേട്ടോ. അവർ 2 സ്പിന്നിൽ 3 പില്ലറിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇത് സ്റ്റീൽ ബ്രിഡ്ജാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം യാതൊരു കേടുപാടും കൂടാതെ ചില അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. അതല്ലാതെ വലിയൊരു പ്രോബ്ലം ഇല്ലാതെ പിന്നെ ഇതിങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അധികം ഭാരമുള്ള വാഹനങ്ങളൊന്നും ഇതിലൂടെ കടത്തി വിടില്ല കേട്ടോ. വലിയ ചരക്ക് വണ്ടികൾ അങ്ങനെ ഓവർ വെയിറ്റ് ഉള്ളത് ഇതിലൂടെ കടത്തി വിടാറില്ല. പിന്നെ ഇതിൻ്റെ സമാന്തരമായിട്ട് തന്നെ ഇതിൻ്റെ പുതിയ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു പകുതി പാലം പണിതു. പിന്നെ ഇത് നമ്മൾ കൂർഗ്, മൈസൂർ, കർണാടക സ്റ്റേറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കൂട്ടുപുഴ പാലാണ്. അങ്ങോട്ടേക്ക് പോകാനുള്ള ഏറ്റവും വലിയ പാലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കുകയാണ്. നമ്മൾ ഷോപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ വരുന്നത്, നമ്മൾ ഡ്രസ്സ് നോക്കാൻ വന്ന ഷോപ്പ്. അപ്പം നമുക്ക് പോയിട്ട് നോക്കിയാൽ മാത്രമേ റേറ്റും സെലക്ഷനും ഒക്കെ മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, അത്രയും നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു നേരത്തെ. പിന്നെ അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നോക്കാം കേട്ടോ. നമുക്ക് പോയി നോക്കാം, സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് സിമ്പിൾ മതി, അതുകൊണ്ട് തന്നെ അങ്ങനെ ഡെക്കറേഷൻസ് ഒന്നും വേണ്ടല്ലോ. ഡ്രസ്സ് നോക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ കുറേ സെലക്ഷൻസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു സിൽക്കി മെറ്റീരിയലാണ്, സാരി മുറിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇത്. ഒരു കളറ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇതൊന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരു മെറൂൺ കളറാണ്. ഇതിൽ പിന്നെ കുറച്ച് ലൈറ്റായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ നല്ലതാണ്, പക്ഷെ മെലിഞ്ഞവർക്കൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും, അതുകൊണ്ട് അത് സെലക്ട് ചെയ്തില്ല. പിന്നെ ഇതാണ് നല്ലൊരു മെറ്റീരിയലും നല്ലൊരു കളറുമാണ്. ഇത് റൂബി റെഡ് ഗ്ലേസിങ് വരുന്ന കളറ്, അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ പിസ്ത
പക്ഷേ ഇത് ലൈറ്റ് കളറായതുകൊണ്ട് നമ്മൾ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷനൊക്കെ എന്തെങ്കിലും ചെളിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വല്ലാണ്ട് എടുത്ത് കാണിക്കും. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഗോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇത് നല്ല ഫ്രോക്കിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതാണ് ബ്ലൗസ് മെറ്റീരിയൽ, ബ്ലൗസിനുള്ള തുണിയാണിത്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത് ബ്ലൗസ് പീസ്. പിന്നെ സ്ട്രൈപ്സ് വരുന്നത്, സ്ട്രൈപ്സ് മോഡലിലാണ് നമ്മൾ ഇതിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ അത് നല്ലൊരു മെറ്റീരിയലുമാണ്, നല്ല കളറുമാണ്. പിന്നെ ഇതൊക്കെ ഫ്രോക്കിന് നമ്മൾ അടിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. ഇതൊരു ഓറഞ്ച് കളറായതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നല്ല കളേഴ്സ് ഉണ്ട്, പക്ഷെ സിൽക്കി മെറ്റീരിയൽ ആകുമ്പോൾ മെലിഞ്ഞ വർക്ക് വല്ലാണ്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അത് ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവുമല്ലോ, നന്നായി മെലിഞ്ഞ പോലെ ഉണ്ടാവും. അതുകൊണ്ട് അത് സെലക്ട് ചെയ്തില്ല. പിന്നെ നമ്മൾ ആദ്യം ഇതാണ് സെലക്ട് ചെയ്ത് വെച്ചത് കേട്ടോ, ഈ ഒരു കോമ്പിനേഷൻ. അപ്പോൾ പിന്നെ ഒരു മെറൂൺ അല്ല, ഒരു കാപ്പി കളറാണത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു കട്ടി ഹാഷ് കളർ ബ്ലൗസ്, അതായത് നമ്മൾ സ്ട്രൈപ്സിൽ വർക്ക് വരുന്നത്, സ്ട്രൈപ്സ് മോഡൽ. ഇത് ചെക്ക് കേട്ടോ, നല്ല പക്ഷെ ഒരു ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമ്മൾ എടുക്കാതിരുന്നത്. ബ്ലാക്ക് ഷെയ്ഡ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റും നമ്മൾ സ്ട്രൈപ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ബാക്കിയുള്ള സ്ട്രൈപ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മെറ്റീരിയൽ പോലെയാണ് കേട്ടോ വരുന്നത്. അതുമല്ല ലൈൻസ് തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലാണ്. പിന്നെ അതൊക്കെ ഫ്രോക്കിൻ്റെ മെറ്റീരിയലാണ്, നല്ല അടിപൊളി മെറ്റീരിയലാണ്. പക്ഷെ നമ്മൾ ഫ്രോക്ക് കുട്ടികൾക്ക് മാത്രം അങ്ങനത്തെ ഒരു ടൈപ്പല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് നല്ലൊരു മെറ്റീരിയലാണ്, നല്ല കളറുമാണ്. ഈ ഒരു കളറല്ല, കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള കളറാണ്. പിന്നെ ഇതാണ് നമ്മളെടുത്ത ബ്ലൗസിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ്. ഇതും ബ്ലാക്ക് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന കോംബോ ആണ് ബ്ലാക്ക്. പിന്നെ ഇത് വേറൊരു മെറ്റീരിയലാണ്, നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. പക്ഷേ ഇതിനെന്ന് പറഞ്ഞാൽ ഒരു മങ്ങിയ തുണിയാണ് കേട്ടോ, കുറച്ചൊരു നരച്ച പോലത്തെ ഒരു ടൈപ്പ് തുണിയാണ്. പക്ഷെ നല്ല സ്ട്രൈപ്സ് ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഒരു നരച്ച പോലത്തെ ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു മെറ്റീരിയലാണ്. ഇത് കുറച്ച് പീസ് ഉണ്ട് കേട്ടോ, ഇവിടെ നല്ല സെക്ഷൻ ഉണ്ട്. ഒറ്റ കളറുള്ളതും വർക്ക് വരുന്ന ബ്ലൗസ് പീസൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഇത് നമ്മൾ വെച്ച് നോക്കി, ബ്ലാക്കും ഇതും, പക്ഷെ അത് രണ്ടും ഏകദേശം ഓൾമോസ്റ്റ് ഒരുപോലെ വരുന്നത് കൊണ്ട് നമ്മളത് സെലക്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഇതിന് കുറച്ചും കൂടി മാച്ച് ആവുമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കട്ടി ഹാഷ് കളറാണല്ലോ നേരത്തെ കാണിച്ചിട്ടില്ല, ഈ ഒരു മെറ്റീരിയലാണ്. അപ്പം ഇതാവുമ്പോൾ നമുക്ക് വെറൈറ്റി കളറാണ്, ആരും അങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ എല്ലാവരും ഈ ഒരു ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്ത് വാട്സപ്പിൽ എല്ലാവർക്കും ഇട്ട് കൊടുത്ത് എല്ലാവരെയും പിന്നെ അഭിപ്രായം മാനിച്ചിട്ട് നമ്മളൊരു നേരത്തെ കാണിച്ച റൂബി റെഡിൽ ഈ ഒരു മെറ്റീരിയൽ, അത് റോസ് അല്ല കേട്ടോ, റൂബി റെഡാണ്, ആ ഒരു മെറ്റീരിയലാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി. അപ്പം ഈ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ലാസ്റ്റ് ഫൈനലി സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നമ്മൾ കുറേ നോക്കിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ അപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.